ഓണം ടൈം ഇസ് ഓൾ അബൌട്ട് റിലിഷിങ് ഓൺ ഗുഡ് ഫുഡ്. അപ്പോൾ നമുക്കിന്നൊരു ഈസി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം, ഇലയട. ആൻഡ് ടു മേക്ക് ഇറ്റ് മോർ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, സഫോള ഓട്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓട്സ് ഇലയട. ആദ്യം ഓട്സ് ഒന്ന് 5 to 10 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 1 കപ്പ് സഫോള ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. സഫോള ഓട്സ് 100% നാച്ചുറൽ സോഫ്റ്റ് ഗ്രെയിൻ ഓട്സ് ആണ്, വിച്ച് മേക്സ് യു ഇലയട മോർ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി ഓട്സ് ഒന്ന് ചൂടോടുകൂടി പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇനി ഈ ഓട്സ് ഒന്ന് റൈസ് ഫ്ലവറിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയ പാത്രത്തിലോട്ട് ഓട്സ് മാറ്റാം. ആൻഡ് 1 കപ്പ് റൈസ് ഫ്ലവർ, 3/4 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഗീ ആൻഡ് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം. ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആൻഡ് ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കാം. ഇനി കോക്കനട്ട് ആൻഡ് ജാഗ്രി മിക്സ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 2 കപ്സ് ഡാർക്ക് കളർ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. 2 കപ്പ് ജാഗ്രിക്ക് ഒരു 1 കപ്പ് വാട്ടർ ആഡ് ചെയ്താൽ മതിയാവും. ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, കീപ് സ്റ്റേറിങ് വൈൽ മേക്കിംഗ് ജാഗ്രി. ആൻഡ് ഇത് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ സീവ് ചെയ്ത് വെക്കാം. അപ്പോഴേ നമുക്ക് ഈ ജാഗ്രിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ശർക്കര ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സീവ് ചെയ്ത് വെക്കാം. ഇനി കോക്കനട്ട് ആൻഡ് ജാഗ്രി മിക്സിന് വേണ്ടി ഞാനൊരു 2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് കോക്കനട്ട്സിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ജാഗ്രി ആഡ് ചെയ്യാം. ആൻഡ് നന്നായിട്ടൊന്ന് തിക്ക് മിക്സ്ചർ ആവുന്ന വരെ ബോയിൽ ചെയ്യിക്കുക. കോക്കനട്ട് ആൻഡ് ജാഗ്രി മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 3 to 4 കാർഡമം ഒന്ന് ക്രഷ് ചെയ്തിടാം. ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമ്മുടെ ഇലയടയിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയ ഓട്സിൻ്റെ ഡോ ഒന്ന് വാഴയിലോട്ട് മാറ്റാം. വാഴല ഇതുപോലെ ഒന്ന് റെക്റ്റാങ്കിൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് ഗീ അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ ഓട്സ് മിക്സ് ഒന്ന് തിൻ ലെയറായിട്ട് ഇലയിലോട്ട് ആഡ് ചെയ്യാം. കയ്യിൽ സ്റ്റിക്ക് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഇനി ഈ ഓട്സിൻ്റെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ കോക്കനട്ട് ആൻഡ് ജാഗ്രി മിക്സ് ഒരു സൈഡിലോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. ദെൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള ഡോവും ഇതുപോലെ തന്നെ വാഴയിലയിൽ പരത്തിയെടുക്കാം. ഇനി ഓട്സ് ഇലയുടെ ഒന്ന് നമുക്കൊന്ന് 10 to 15 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓട്സ് ഇലയുടെ ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇലയുടെ ഒന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സഫോള ഓട്സ് കൊണ്ടുള്ള ഇലയുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സഫോള ഓട്സ് ഏത് സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. സോ ഡു ട്രൈ ദിസ് റെസിപ്പി ആൻഡ് ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക്.